So, we will discuss Newton's laws of motion. We have discussed Newton's first law, Newton's second law, Newton's third law, and Newton's law of gravitation. I have mentioned Albert Einstein's contributions, and one of the greatest contribution by Albert Einstein is the general theory of relativity. Now, relativity is Albert Einstein's relativity theory contributions. I the 12 things to know about the general theory of relativity ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഇതിന് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇടയ്ക്കുന്ന ക്ലാസ്സുകൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും കണ്ട് അതിന്റെ നോട്ട്സ് മേക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന IIT JEE നീറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. അപ്പം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് we are going to discuss 12 things to know about relativity. അപ്പോൾ നമുക്കറിയാം Einstein's theories of relativity എന്ത് ചെയ്തു? It revolutionized how the world thinks about space, time, mass, energy and gravity. സ്പേസിനെ പറ്റി, ടൈമിനെ പറ്റി, മാസിനെ പറ്റി, എനർജിയെ പറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റിയെ പറ്റി. അപ്പം ന്യൂട്ടൺ മേക്ക് ചെയ്ത മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫെയിൽ ചെയ്തതെന്നും അതെന്തുകൊണ്ടാണ് ഒരു നോൺ റെക്കറിങ് ഡെസിമലായി പോകുന്നതെന്നും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കൊടുത്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ന്യൂട്ടൺസ് ലോസ് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ന്യൂട്ടൺസ് ലോസിന്റെ സിംപ്ലിസിറ്റി കാരണമാണ്. ന്യൂട്ടൺസ് ലോസ് ആർ എക്സ്ട്രീംലി സിമ്പിൾ. എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. We will get approximate results, but not perfect results. Okay. So, general theory of relativity is far beyond Newton's laws of motion. Okay. So, Einstein's general theory of relativity എന്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി? സ്പേസില്, ടൈമില്, മാസില്, എനർജിയില്, അതുപോലെ തന്നെ ഗ്രാവിറ്റിയെ പറ്റി ലോകത്ത് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെല്ലാം എന്ത് മാറ്റിമറിച്ചു? ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിനെല്ലാം ചേഞ്ച് ചെയ്തു. ഐൻസ്റ്റീന് മുന്നേ മെയിൻ സയന്റിസ്റ്റ് വാസ് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ ലോസ് ആയിരുന്നു നമ്മൾ എന്തിനു യൂസ് ചെയ്തത്? എല്ലാ കാര്യങ്ങൾക്കും ഐൻസ്റ്റീന് മുന്നേ ഐസക് ന്യൂട്ടന്റെ ആപ്പിൾ വീണ സ്റ്റോറിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അപ്പോൾ പ്രയർ ടു ഐൻസ്റ്റീന് മുന്നേ ഐസക് ന്യൂട്ടൺസ് ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിസിക്സ് ഓഫ് മോഷൻ. 1687 ന്യൂട്ടൺ റോട്ട് ദാറ്റ് ഗ്രാവിറ്റി അഫക്ട്സ് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ. The same force of gravity that pulled an apple down from a tree kept the earth in movement around the sun. അപ്പോൾ ഒരു ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിൾ ട്രീയിൽ നിന്നും ഒരു ആപ്പിളിനെ വലിച്ചിടുന്ന ഗ്രാവിറ്റി, തറയിലേക്ക് വലിച്ചിടുന്ന ഗ്രാവിറ്റിയാണ് എന്തിനും റീസൺ എന്ന് ന്യൂട്ടൺ പറഞ്ഞു. എർത്തിനെ സണ്ണിന് അറൗണ്ടായിട്ട് എർത്ത് പോകാനുള്ള കാരണവും എന്ത് തന്നെയാണെന്ന് പറഞ്ഞു? ഗ്രാവിറ്റി ആണെന്ന് പറഞ്ഞു. ഗ്രാവിറ്റി ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണെന്നും ന്യൂട്ടൺ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ബട്ട് ന്യൂട്ടൺ നെവർ പസിൽഡ് ഔട്ട് ദ സോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്താണ് ഗ്രാവിറ്റിയുടെ സോഴ്സ് എന്നുള്ളതിനെ പറ്റി ആൻസർ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ന്യൂട്ടണ് പറ്റിയില്ല. ഇനി എ ഫിലോസഫർ ഡേവിഡ് ഹ്യൂം 1738 ഡേവിഡ് ഹ്യൂം ഒരു പബ്ലിക്കേഷനിൽ ഹി റോട്ട് എ ട്രീറ്റൈസ് ടു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഡേവിഡ് ഹ്യൂമിന്റെ ട്രീറ്റൈസ് ടു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഡേവിഡ് ഹ്യൂമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ ഐൻസ്റ്റീൻസ് തിങ്കിങ് അബൌട്ട് സ്പേസ് ആൻഡ് ടൈം. ഹ്യൂം വാസ് ആൻ എംപിറിസിസ്റ്റ് and he was a skeptic, believing that scientific concepts must be based on experience and evidence, not reason alone. അപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്ത് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പക്ഷെ അത് എക്സ്പെരിമെന്റലായിട്ട് പ്രൂവ് ചെയ്യണം എന്ന് വാശിയുള്ളൊരു എംപിറിസിസ്റ്റും അതുപോലെ തന്നെ ഒരു സ്കെപ്റ്റിക്കും ആയിരുന്നു ആര്? ഡേവിഡ് ഹ്യൂം. He also held that time did not exist separately. ടൈമിന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ആര് പറഞ്ഞത്? ഹ്യൂം പറഞ്ഞത്. He said it is very well possible that without these philosophical studies I would not have arrived at the solutions Einstein wrote. ഐൻസ്റ്റീൻ പറഞ്ഞ എന്താണ്? ഡേവിഡ് ഹ്യൂമിനെ പോലെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഐൻസ്റ്റീന് ഈ പറയുന്ന ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയത്. In 1905 നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു തിയറി അവതരിപ്പിക്കുന്നു. ആൻഡ് ദിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ 2 principles.
the first law of physics appear the same to all observers. Second, he calculated that the speed of light is 186,000 miles per second എന്ന് കാൽക്കുലേറ്റ് ചെയ്തു, which is 299.99338 kilometers per second is unchanging എന്ന് ആര് പറഞ്ഞു? ഐൻസ്റ്റീൻ പറഞ്ഞു. ഇത് നമ്മുടെ ഇവിടെ യോഗിക് കൾച്ചറിൽ, നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ there is something called സൂര്യ സിദ്ധാന്തം. ഇപ്പം നമ്മൾ ഈ മഹാഭാരതമൊക്കെ പറയുന്ന സമയത്ത് യുഗങ്ങൾ എന്നൊക്കെ പറയില്ലേ, യുഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കലിയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ അതിൽ സൂര്യ സിദ്ധാന്ത് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആര്യഭട്ടെ പോലെയുള്ളവരൊക്കെ ഇവിടെ വലിയ റിസർച്ചുകൾ ചെയ്ത ആളുകളാണ്. സൂര്യ സിദ്ധാന്തത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൗ 186,000 miles ഈസ് ബീങ് അറൈവ്ഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു അവർ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റുമായിട്ടും ഒക്കെ അതിനുള്ള റിലേഷൻഷിപ്പ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഐൻസ്റ്റീൻ ഇത് ചെയ്തത് എന്താണ്? 1905 ചെയ്തത്. ഐൻസ്റ്റീൻ പറയുന്നു ലോ ഓഫ് ഫിസിക്സ് അപ്പിയർ ദ സെയിം ടു ഓൾ ഒബ്സർവേഴ്സ് ആൻഡ് ഹി ഓൾസോ സേസ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിച്ച് ഈസ് 3 × 10⁸ meter per second ഈസ് ആക്ച്വലി അൺചേഞ്ചിങ്. ഓക്കെ, പ്രയർ ടു ഐൻസ്റ്റീൻ സയന്റിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് വാസ് ഫിൽഡ് വിത്ത് ലൂമിനിഫറസ് ഈതർ that would cause the speed of light to change depending on the relative motion of the source and the observer. അപ്പോൾ ഐൻസ്റ്റീന് മുന്നേ ആളുകൾ വിചാരിച്ചിരുന്നത് ഈ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ലൂമിനിഫറസ് ഈതർ മെറ്റീരിയൽ വെച്ചാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെന്നും ആ ഈതർ മെറ്റീരിയലിലൂടെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കാമെന്നും സ്പീഡ് ഓഫ് ലൈറ്റിന് വേരിയേഷൻ സംഭവിക്കാമെന്നുമാണ് ഐൻസ്റ്റീന് മുന്നേ ഉള്ള സയന്റിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് Einstein deducted that there is no fixed frame of reference എന്ന് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു. In the universe, everything is moving relative to everything else and hence the Einstein's theory of relativity. അപ്പോൾ this is what is called Albert Einstein's relativity, the special and the general theory of relativity by Albert Einstein. അവിടെ നിങ്ങൾക്ക് കാണാം ഐൻസ്റ്റീൻ is an young graduate അല്ലേ, നിങ്ങളെപ്പോലെ തന്നെ ഒരു യങ് ഗ്രാജുവേറ്റ് ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ബിക്കോസ് ഇറ്റ്സ് അപ്ലൈസ് ഓൺലി ടു സ്പെഷ്യൽ കേസസ്, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഇൻ കോൺസ്റ്റന്റ് അൺചേഞ്ചിങ് മോഷൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞത്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞത്. ഇൻ 1915 ഐൻസ്റ്റീൻ പബ്ലിഷ്ഡ് ദ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വിച്ച് അപ്ലൈസ് ടു ഫ്രെയിംസ് ദാറ്റ് ആർ ആക്സലറേറ്റിംഗ് വിത്ത് റിഗാർഡ് ടു ഈച്ച് അതർ. അപ്പോൾ ആക്സലറേറ്റിംഗ് ഫ്രെയിംസിന് വേണ്ടിയിട്ട് ഐൻസ്റ്റീൻ 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്തു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വാസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് അൺചേഞ്ചിങ് മോഷൻ. അങ്ങനെയുള്ള ഫ്രെയിംസിന് മാത്രമാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ക്യാൻ ബി അപ്ലൈഡ് ടു ആക്സലറേറ്റിംഗ് ഫ്രെയിംസ് ആസ് വെൽ. ഇനി ടൈം ഡസ് നോട്ട് പാസ് അറ്റ് ദ സെയിം റേറ്റ് ഫോർ എവരി വൺ. എല്ലാവർക്കും ഒരേ റേറ്റിലല്ല എന്ത് പാസ് ചെയ്യുന്നത്? ടൈം പാസ് ചെയ്യുന്നത്. എ ഫാസ്റ്റ് മൂവിംഗ് ഒബ്സർവർ മെഷേഴ്സ് ദ ടൈം പാസിംഗ് മോർ സ്ലോലി than a relatively stationary observer. This phenomenon is called a time dilation. അപ്പോൾ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ഒരു റിലേറ്റീവ് ഫിനോമിനൻ ആണ്. ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്സർവറിന് ടൈം വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ടും ഒരു സ്റ്റേഷനറി ഒബ്സർവറിന് ടൈം അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ടും തോന്നും. ഈ ഫിനോമിനനെ നമ്മൾ ടൈം ഡയലേഷൻ എന്ന് പറയുന്നു. ഈ വിഷ്വലൈസേഷനിൽ നിങ്ങൾക്ക് കാണാം ദ വാച്ച് റൺസ് മോർ സ്ലോലി ദാൻ ദ സെക്കൻഡ് വാച്ച് അല്ലേ. ദ മൂവിംഗ് വാച്ച്, ഇതൊരു മൂവിംഗ് വാച്ച് ആണ്. ഈ മൂവിംഗ് വാച്ച് നമ്മുടെ സ്റ്റേഷനറി വാച്ചിനേക്കാളും സ്ലോ ആയിട്ടായിരിക്കും റൺ ചെയ്യുക. അതാണ് ഈ ഒരു വിഷ്വലൈസേഷനിൽ കാണിച്ചിരിക്കുന്നത്. അതൊരു ഇൻഡിക്കേഷണൽ വിഷ്വലൈസേഷൻ ആണ്. ഓക്കെ, ഒരു ഫാസ്റ്റ് മൂവിങ് ഓബ്ജക്റ്റ്, അത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എവിഡന്റ് ആയിട്ട് കാണാം. ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ലെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ഇതൊരു സ്ലോ മൂവിങ് ഓബ്ജക്റ്റ് ആണ്. വെൻ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് സ്പീഡ് അതിന്റെ ലെങ്ത് എന്താ ആ സാധാരണ മൊത്തത്തിൽ ഷോർട്ടൻ ആയതുപോലെ നമുക്ക് തോന്നും. സോ എ ഫാസ്റ്റ് മൂവിങ് ഓബ്ജക്റ്റ് അപ്പിയേഴ്സ് ഷോർട്ടർ along the direction of motion relative to a slowly moving one. So this effect is very subtle until the object travels close to the velocity of the speed of light. So ഇത് വളരെ ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. ഇനി മാസ് ആൻഡ് എനർജി ആർ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം തിങ് എന്നും ഐൻസ്റ്റീൻ പറഞ്ഞു. ആൻഡ് ഹെൻസ് ദ ഐൻസ്റ്റീൻസ് ഫേമസ് ഇക്വേഷൻ ഓഫ് E is equal to mc². So it means that a quantity of energy is equivalent to quantity of mass times the speed of light squared.
സോ ഇവിടെ എം എന്ന് പറയുന്ന മാസാണ്, സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ് ഇൻറ്റു മാസ് ടൈംസ് ആണ് എന്ത് എനർജി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വാട്ട് എനേബിൾസ് ദ റിലീസ് ഓഫ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ത്രൂ എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. നമ്മളൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷന് പോകുമ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഔട്ട് ബേസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണ്? E is equal to mc² ആണ്. വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർ ടൈംസ് ഇൻറ്റു മാസ് ആണ്. Now, as a result of E is equal to mc², ഒരു ഫാസ്റ്റ് മൂവിങ് ഓബ്ജക്റ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ഇൻക്രീസ്ഡ് മാസ്. അതിന്റെ ലെങ്ത് ഷോർട്ട് ആവുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ഇൻക്രീസ്ഡ് മാസ് റിലേറ്റീവ് ടു എ സ്ലോ മൂവിങ് ഓബ്ജക്റ്റ്. So this is due to the fact that increasing an object's velocity increases its kinetic energy, and therefore it also increases its mass, because mass is equal to energy. So fast ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി കൂടുതലാണ്. കൈനറ്റിക് എനർജി കൂടുതലാവുന്നത് കൊണ്ട് അതിന്റെ മാസും എന്തായിട്ട് തന്നെ അപ്പിയർ ചെയ്യും? കൂടുതലായിട്ട് തന്നെ അപ്പിയർ ചെയ്യും. ഇനി the increase in mass is the reason that Einstein says that matter cannot travel faster than light. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു മാസിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മാസിന്റെ വാല്യൂ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാരണമാണ് എന്ത് ഐൻസ്റ്റീൻ ഒരു ഓബ്ജക്റ്റിന് സ്പീഡ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് ഐൻസ്റ്റീൻ പറയാനുള്ളൊരു കാരണം. The mass increases with velocity until the mass becomes infinite when it reaches the velocity of the speed of light. An infinite mass would require infinite energy to move. So this is impossible എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ചന്ദ്രശേഖർ ബോസ് ഒരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. ആൻഡ് ദിസ് പാർട്ടിക്കിൾ വാസ് ലേറ്റർ റിസർച്ച്ഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഐൻസ്റ്റീൻ. this particle boson particles എന്ന് പറയുന്നത്. ആ ബോസോൺ പാർട്ടിക്കിൾസ് it is said to travel at a velocity higher than the velocity of the speed of light എന്നാണ് പറയുക. അപ്പം അതിനെ നമ്മൾ പിന്നീട് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് നമ്മൾ വിളിച്ചത്. കാര്യം ഐൻസ്റ്റീനും ബോസും കൂടെ ചേർന്നിട്ടാണ് പിന്നീട് അതിലുള്ള റിസർച്ചുകൾ ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയും. Now space and time are part of one continuum called space time. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ റിലേറ്റ് ചെയ്തിട്ട് സ്പേസ് ടൈം എന്ന് പറയാം. ഐൻസ്റ്റീൻ്റെ മാത്തമാറ്റിക്സിൽ സ്പേസ് ഹാസ് 3 dimensions and the 4th dimension is time. നോർമലി നമ്മുടെ 3 dimension എന്താണ്? ഇപ്പോൾ മൈഡിയർ കുട്ടിച്ചത്തിനൊക്കെ നമ്മൾ കാണുമ്പോൾ 3D ആണ് അല്ലേ? സോ there is an x, there is a y, there is an z. 4th dimension ഐൻസ്റ്റീൻ്റെ മാത്തമാറ്റിക്സിൽ it is time. More recent theories presume extra dimensions that we do not perceive. നമ്മൾ പെർസീവ് ചെയ്യാത്ത എക്സ്ട്രാ ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് പുതിയ റിസർച്ചുകൾ പറയുന്നത്. സ്പേസ് ടൈം ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ ഗ്രിഡ് ഓർ എ ഫാബ്രിക്. നമുക്ക് ഇങ്ങനെ വിചാരിക്കാം സ്പേസ് ടൈമിനെ. കണ്ടോ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് നിങ്ങൾക്ക് സണ്ണായിട്ട് എടുക്കാം. അറ്റ് ദ സെന്റർ there are planets rotating. കണ്ടോ, planets rotating. പ്ലാനറ്റ്സ് അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇറ്റ് ക്രിയേറ്റ്സ് എ ഗ്രാവിറ്റി വെൽ. അപ്പം നിങ്ങൾ നോക്കി, ഇവിടെ സ്പേസ് ടൈം ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ ഗ്രിഡ് ഓർ എ ഫാബ്രിക്. ദ പ്രസൻസ് ഓഫ് മാസ് ഡിസ്റ്റോർട്ട്സ് സ്പേസ് ടൈം. സോ ദ റബ്ബർ ഷീറ്റ് മോഡൽ ഈസ് എ പോപ്പുലർ വിഷ്വലൈസേഷൻ. ഇതിനെ നമ്മളൊരു ഗ്രാവിറ്റി വെൽ എന്ന് പറയും. ബിക്കോസ് ഏറ്റവും കൂടുതൽ മാസുള്ള ഓബ്ജക്റ്റ് ആണ് സെൻട്രൽ ഇരിക്കുന്നത്. അപ്പോൾ അതെന്ത് ക്രിയേറ്റ് ചെയ്യും? ഏറ്റവും താഴത്തെ പോർഷൻ ക്രിയേറ്റ് ചെയ്യും വെല്ലിൻ്റെ. അപ്പോൾ ഒരു ഗ്രാവിറ്റി വെല്ലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രാവിറ്റി വെല്ലിൽ കിടന്നിട്ടാണ് ആര് ഓടുന്നത്? ഈ പറയുന്ന നമ്മുടെ സെലസ്റ്റിയൽ ഓബ്ജക്ട്സ് എല്ലാം അതിന് ചുറ്റുമായിട്ട് ഓടുന്നത്. ആൻഡ് ദേ ഓൾ ഫോളോ ആൻ എലിപ്റ്റിക്കൽ പാത്ത്. സോ ഇതൊരു ഫിസിക്കൽ റബ്ബർ ഷീറ്റ് മോഡലാണ്. ഇത് ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോ ഡിപ്പാർട്ട്മെന്റ്സ് ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയിലുള്ള ഒരു ഫിസിക്കൽ റബ്ബർ ഷീറ്റ് മോഡലാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ഗ്രാവിറ്റി വെല്ലെന്ന് നമ്മൾ ഇതിനെ പറയും. ഏറ്റവും ലാർജസ്റ്റ് മാസം നടുക്ക് പോവും. അതിന് ബാക്കി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സണ്ണും എർത്തും ആണെന്ന് വെച്ചോ. ഇത് വന്നിട്ട് സണ്ണും ഇത് വന്നിട്ട് എർത്തും ആണെങ്കിൽ എർത്ത് എന്ത് ചെയ്യുകയാണ്? സണ്ണിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആ വെല്ലിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ആര് മൂവ് ചെയ്യുന്നത്? എർത്ത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ ഷീറ്റ് മോഡൽ ഷോസ് ദാറ്റ് ഗ്രാവിറ്റി റിസൾട്ട്സ് ഫ്രം മാസീവ് ഓബ്ജക്ട്സ്. ഏറ്റവും കൂടുതൽ മാസമുള്ള ഓബ്ജക്ട്സ് വാർപ്പിംഗ് ദ ടൈം സ്പേസ് ടൈം. ആൻഡ് ദിസ് വാർപ്പ് ഈസ് കോൾഡ് ഗ്രാവിറ്റി വെൽ. ഈ വാർപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റി വെൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും കർവ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഗ്രാവിറ്റി വെല്ല് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ യു വിൽ ഹാവ് ഡിഫറെൻറ്റ് ഗ്രാവിറ്റി വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് അലോങ് ദി വെൽ. സോ ഓർബിറ്റിംഗ് ഓബ്ജക്ട്സ്
follow the path that is shortest and requires the least amount of energy. അതാണ് ഓർബിറ്റിംഗ് ആയിട്ടുള്ള പ്ലാനറ്റ്സുകൾ അല്ലെങ്കിൽ മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ചെയ്യുന്നത്. സോ ദ പ്ലാനറ്റ്സ് ആർ മൂവിങ് ഇൻ എലിപ്സസ് the most energy efficient path in the gravity well of the sun. അപ്പോൾ അതുകൊണ്ട് എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ മുതലായിട്ടുള്ള യുറാനസ് മുതലായിട്ടുള്ള പ്ലാനറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ആർക്ക് ചുറ്റും പോകുന്നു? സണ്ണിന് ചുറ്റും പോകുന്നു. ബിക്കോസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ് ഏറ്റവും ലീസ്റ്റ് എനർജി എക്സ്പാൻഡിങ് ഓർബിറ്റ്. ബിക്കോസ് എനർജി എക്സ്പാൻഷൻ ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഗ്രാവിറ്റി വെൽ ഓഫ് ദ സൺ. അപ്പോൾ ഇതാണ് ഗ്രാവിറ്റി വെല്ല് ക്രിയേറ്റഡ് ബൈ ദ സൺ ആൻഡ് ദ എലിപ്റ്റിക്കൽ സെലസ്റ്റിയൽ ഓബ്ജക്ട്സ് ആർ മൂവിങ് അറൌണ്ട് ദി ഗ്രാവിറ്റി വെൽ ഓഫ് ദ സൺ. നൗ ഗ്രാവിറ്റി ബെൻസ് ലൈറ്റ്, ഇത് വളരെ വലിയ ഒരു ഫിനോമിനൻ ആണ്. ഗ്രാവിറ്റി ബെൻസ് ലൈറ്റ്, ഈ ഫിനോമിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയും. നോർമലി നമ്മൾ പറയുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യില്ല, ഡിഫ്രാക്ട് ചെയ്യില്ല. ഡിഫ്രാക്ഷൻ അല്ലെ നമ്മൾ ലെൻസസിലെ പ്രസത്തിലൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതായത് യു ക്യാൻ നമുക്ക് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അപ്പോൾ അതിനകത്ത് ഗ്രാവിറ്റി ആണെങ്കിൽ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു? ഗ്രാവിറ്റി ബെൻസ് ലൈറ്റ്. ഈ ഫിനോമിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നു. When we observe a distant galaxy, the gravity of the matter between Earth and the galaxy causes the light rays to bend into different paths. So when the light reaches the telescope, multiple images of the same galaxy will appear. So here you can see it is a lensed galaxy. Okay, നമ്മൾ ഇതൊരു ലെൻസ്ഡ് ക്വാസാർ ആണ്. കണ്ട, മൾട്ടിപ്പിൾ ഇമേജസ് ഓഫ് ദ സെയിം ഗാലക്സി വിൽ അപ്പിയർ ഓൺ ദി ലെൻസ്. അപ്പോൾ ഒരേ ഗാലക്സിയുടെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത്? ഗ്രാവിറ്റേഷണൽ ലെൻസിങ് കൊണ്ടാണ് കിട്ടുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്? ഗ്രാവിറ്റി ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നു. കാരണം അതിനിടയ്ക്കുള്ള മാസ് ഇറ്റ് കോസസ് ദ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ്. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഹബിൾ ഫോട്ടോ ഓഫ് എ ഗാലക്സി ക്ലസ്റ്റർ 7 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എവേ ആണ്. ഡിസ്റ്റോർട്ടിംഗ് ഗാലക്സീസ് ആൻഡ് ക്വാസേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. സോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡിസ്റ്റോർട്ടഡ് ആണ്, ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ്. മൾട്ടിപ്പിൾ images of the same galaxy will appear.